ഹലോ നമസ്കാരം. അപ്പോൾ ഫ്ലെക്സ് കെട്ടിൽ കഴിഞ്ഞു. നാസർ കൊണ്ടൊക്കെ വീഡിയോയിൽ ഇത് കാണാനാണ്. മൈക്ക കൊടുത്തണ്ട്. നമ്മളിങ്ങനെ എറണാകുളം പോവാണ്. 2 വണ്ടി ഉണ്ട്. ലോറ ഹോളിഡേയ്സ്. ഫാസിൽ എങ്ങോട്ട് പോവാ? എല്ലാവരും സെറ്റാണ്. നമ്മള് പഞ്ചായത്തിന്റെ ആൾക്കാർ അല്ലേ? എല്ലാവരും ഉണ്ട്. ഉണ്ണിക്കുട്ടുണ്ട്. നമ്മളെ ഉണ്ണിക്കുട്ടന് യൂട്യൂബിലാ ബസ് എടുക്കാനാ പോണത്. അത് ബസ് കൊണ്ടുവരാനാ പോണേ. ഇതാണ് നമ്മളെ വ്ളോഗർ നാസറാക്ക. നമ്മളെ യാത്രയിൽ കൂടെ ഉള്ളത് നമ്മളെ ദില്ലി നമ്മളെ അർഗ പാർട്ടി. 2 വണ്ടിയാണ് നമ്മളെ എറണാകുളം പോകുന്നത്. നിങ്ങളെ അഭിപ്രായത്തിന് രസമുണ്ടാവോ? വണ്ടിന്റെ സൈഡിൽ ചിലന്തി ഇങ്ങനെ പോണത്. അത് അനീസാക്ക് ഈ വീഡിയോ കാണാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തോ. ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കാണ്. അത്ര സെറ്റല്ല. സെറ്റ് തന്നെ. സെറ്റ് എല്ലാരും ഉണ്ട്. പോയാലിട്ടോ പാട്ടും വീഡിയോക്കുള്ള ഞാൻ വേറെ ഒന്നും കൂടി എടുത്തുതരാം. എല്ലാരും ഉണ്ട്. ബാക്കിൽ കാണാത്തോലൊക്കെ പെട്ടോ കേട്ടോ. തല കിട്ടണേ. ഇത് ആയില്ല കേട്ടോ. ആയിട്ടില്ല. അപ്പൊ നമ്മളങ്ങനെ ക്ലാസിക് പാരഡൈസിൽ കയറാൻ പോവാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രിപ്പ് എറണാകുളം ട്രിപ്പായിരുന്നു. വയോജന ട്രിപ്പ് കേട്ടോ. ഓക്കെ, മറൈൻ ഡ്രൈവിലാണുള്ളത്. ക്ലാസിക് പാരഡൈസിൽ എല്ലാവരും കയറാണ്. ഉച്ചക്കത്തെ ഭക്ഷണം ക്ലാസിക് പാരഡൈസിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കൽ, പാട്ട് പാടൽ, ഡാൻസ് കളി, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, അങ്ങനെ എല്ലാതും കൊണ്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് ലാസ്റ്റ് വീഡിയോ വരും. ലാസ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ക്ലാസിക് പാരഡൈസ് ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. എല്ലാം സെറ്റായി. നമ്മളെ ടീമൊക്കെ എല്ലാവരും കയറി കഴിഞ്ഞു. ഓക്കെ, വല്ലാർപ്പാട് കണ്ടെയ്ൻമെൻറ്റ് ടെർമിനലവിടെ കാണാണ്ട് എന്ന് പറയും. മൊത്തം 4 കിലോമീറ്റർ ആണ് നമ്മൾ വാസിലുള്ളത്. ഇന്ത്യയിൽ മൊത്തം 2 മെറൈൻ ഡ്രൈവ് ആണുള്ളത്. ഒന്ന് കൊച്ചിയിലും പിന്നെ ഒന്ന് മുംബൈയിലും. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ സെന്ററിൽ ഒരു പൈപ്പ് ലൈൻ പോലിരിക്കുന്നതാണ്. ഈ തൊട്ടടുത്ത് തന്നെ ആ കാണുന്നത് ഇവിടുത്തെ ഓയിൽ ടാങ്കർ പുറത്താണ്. അവിടെ വരുന്ന കപ്പലുകൾ ഓയിൽ ടാങ്കേഴ്സ്, ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കപ്പലുകളാണ് അവിടെ വരുന്നത്. ഈ ക്രൂഡ് ഓയിലാണ് പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ റിഫൈനറിയിൽ ചെന്ന് അവിടെ നിന്ന് വേർതിരിച്ച് പെട്രോൾ ഡീസലൊക്കെ ആക്കി മാറ്റി നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അങ്ങേപ്പുറം നിങ്ങൾക്ക് ആ വെള്ള കളർ ചെറിയ ഷിപ്പൊക്കെ നിൽക്കുന്നത് കാണാം. ആ കാണുന്നത് ഇവിടെ നിന്നും ലക്ഷദ്വീപിലോട്ടുള്ള പാസഞ്ചർ ഷിപ്പാണ്. അതിൽ യാത്ര ചെയ്താൽ 16 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടുന്ന് ലക്ഷദ്വീപിലോട്ട് എത്താം. പിന്നെ ആ കാണുന്ന ദ്വീപാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ദ്വീപ് എന്നറിയപ്പെടുന്ന വെല്ലിംഗ്ടൺ ഐലൻഡ്. 1933 നിർമ്മിച്ച ദ്വീപാണത്. ആ ഐലൻഡ് നിർമ്മിച്ച എഞ്ചിനീയർ, അദ്ദേഹത്തിന്റെ പേരായിരുന്നു സർ റോബർട്ട് ബ്രിസ്റ്റോ. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. പക്ഷെ ഐലൻഡ് അറിയപ്പെടുന്നത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് വെല്ലിംഗ്ടൺ പ്രഭു, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഐലൻഡ് ഇവിടെ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡോട് നോക്കി കഴിഞ്ഞാൽ അങ്ങേ ലാസ്റ്റ് കോർണറിൽ വലിയ ട്രെയിനുകളൊക്കെ കാണാം ഓറഞ്ച് കളറിൽ. അതാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. ഷിപ്പുകളെല്ലാം നിർമ്മിക്കുന്ന സ്ഥലം. നമ്മുടെ ഇന്ത്യ സ്വന്തമായിട്ട് ഒരു എയർക്രാഫ്റ്റ് കരിയർ വാർഷിപ്പ് നിർമ്മിച്ചു. അതിന്റെ പേരാണ് INS വിക്രാന്ത്. ആ കപ്പൽ നിർമ്മിച്ചത് ഈ പറയുന്ന നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ്. ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡോട് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന പാലമാണ് ഗോശ്രീ പാലം എന്ന് പറയും. ഇവിടെ 3 പാലങ്ങളാണ് സ്ട്രെയിറ്റ് ആയിട്ട് 3 ഐലൻഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 പാലങ്ങളും അറിയപ്പെടുന്നത് ഗോശ്രീ പാലം എന്നാണ്. ആദ്യത്തെ പാലമാണ് ഈ കാണുന്നത്. എറണാകുളത്ത് നിന്നും ബോൾഗാട്ടി ഐലൻഡ്.
രണ്ടാമത്തത് ബോൾഗാട്ടി ഐലൻഡിൽ നിന്നും നേരെ വലാർപാടം, മൂന്നാമത്തത് വലാർപാടം ഐലൻഡിൽ നിന്നും നേരെ വൈപ്പിൻ ഐലൻഡ്. ഇങ്ങനെയാണ് 3 ഗ്ലോസറി പാടുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാവും. അപ്പൊ 4 പേര് വെച്ച് 4 പേര് വെച്ച് വന്നോളൂ, ഭക്ഷണം എടുക്കാം കേട്ടോ. 4 ആൾക്കാർ വന്നാൽ കേട്ടോ. 4 പേര് ഇങ്ങനെ പോവാ. ഞങ്ങളുടെ വണ്ടിയില് ഭക്ഷണം നേരം വൈകിയ വണ്ടിയിൽ ഭക്ഷണം ഞങ്ങളുടെ വണ്ടിയിൽ എന്തില്ല മൈക്കുണ്ട്. ഇതെല്ലാം ലക്ഷദ്വീപിലേക്ക് പോണ കപ്പലുകളാണ്. മാഷ യൂട്യൂബ് നിങ്ങളും ഇങ്ങോട്ട് നോക്കിക്കോളേ. ഈ വർഷത്തെ വാർഷികത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങൾക്ക് ഉല്ലാസയാത്രയാണ് ഞങ്ങൾ രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് ബോട്ട് യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. 100 ആളുകളാണ് ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ മെമ്പർമാരടക്കമുള്ള ആളുകളുണ്ട്. ഇത് വി.ടി. അമീർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മോമാലി മെമ്പറുണ്ട്, 16-ാം വാർഡ് അബുവാക്ക് 8-ാം വാർഡ് മെമ്പറുണ്ട്, സ്റ്റാഫ് മഹേഷ് അടക്കമുള്ള ആളുകൾ, വൈസ് പ്രസിഡന്റും കുറേ മെമ്പർമാരകത്തുണ്ട്. എല്ലാവരും വളരെ സന്തോഷകരമായ യാത്രയിലാണ് കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞ് വാട്ടർ മെട്രോയും അതുപോലെ തന്നെ ലുലു മാളും അതുപോലെ മെട്രോ അടക്കം ഈ 100 ആളുകൾക്ക് സന്തോഷകരമായ ഒരു ദിവസം സമ്മാനിച്ചുകൊണ്ടാണ് ഇരുമലി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണുമാന്തി കപ്പൽ എന്ന് പറയും. ഇവിടെ ഷിപ്പ് ചാനലുകളിൽ ആഴം കൂട്ടുന്ന കപ്പലാണ്. ചോറ് ആവശ്യമുള്ളവര് വന്ന് മേടിക്കാം കേട്ടോ. അതെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വലിയ ടാങ്കർ സുവാരി സിമെന്റിന്റെ ടാങ്കുകളാണ് ഈ കാണുന്നത്. ഇതേപോലെ അൾട്രാടെക്കിന്റെ സിമെന്റ് സ്റ്റോറേജ് ടാങ്ക്സ് ഒക്കെ ഇവിടെയുണ്ട് ഇഷ്ടംപോലെ. കപ്പലിലാണ് ഈ സിമെന്റുകൾ ഇവിടെ വരുന്നത്. പിന്നെ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടാണ് പിന്നെ ഇവിടെ നിന്നും അത് ലോഡ് ചെയ്ത് ഗോഡൌണിലോട്ട് കൊണ്ടുപോകുന്നത്. അത് ട്രെയിൻ ഇപ്പൊ ഓടുന്നില്ല, ഇപ്പൊ ട്രക്ക് മാർഗമാണ് കൊണ്ടുപോകുന്നത്. ട്രെയിൻ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, ട്രാക്ക് ഉണ്ട്. എന്തോ സൾഫർ വരുന്നത് അവിടുന്ന്. നേരത്തെ ഞാൻ അവിടെ കപ്പലുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വെല്ലിംഗ്ടൺ ഐലൻഡ്, അവിടെ അവിടെ നിന്നാണ് സൾഫർ. അത് ബാർജിലാണ് കൊണ്ടുപോകുന്നത്.
അല്ലായിരുന്നു അതായിരുന്നു. ഇപ്പൊ ആ തിരമാല ആടുന്നതിനനുസരിച്ച് നമ്മളും എന്താണ് ബോട്ടിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. ആരും പേടിക്കൊന്നും വേണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോഴാണ് കടല് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ അല്ലായിരുന്നു. അതിന്റെ ഒരു ഭാഗത്ത് നമ്മൾ പ്രവേശിച്ച് അതിന്റെ ഉള്ളിൽ കടന്ന് ഇറങ്ങിയായിരുന്നു. അപ്പൊ അത്ര ആരും പേടിക്കും ഭയപ്പെടുന്നു വേണ്ടട്ടാ. ഇങ്ങനെ തന്നെയാണ് ഈ യാത്ര ഉള്ളൂ. എന്തായാലും നമ്മളെ ഈ യാത്ര ഒരു അനുഭവം നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ബോട്ടിൽ ആരും ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്തിട്ടുണ്ടോ? ആരൊക്കെ ബോട്ടിൽ യാത്ര ചെയ്തൊന്ന് കൈ എന്തിച്ചാണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു അനുഭവമാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉല്ലസിക്കേണ്ടതും നമുക്ക് മറക്കാൻ പറ്റാത്ത ദിനങ്ങളൊക്കെ ഇത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ആളുകൾക്ക് നാട്ടില് അറിയാത്ത ആളുകളുണ്ട് ഇത് പോരുന്നത്. അത് നമ്മൾ അറിയിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവരെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കൂല. ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക്. നമ്മളെ ഫണ്ടിനും നമുക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വെച്ചത് കൊണ്ടാണ് ഒരു വാർഡിൽ നിന്ന് 4 പേരെയും 5 പേരെയൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം. നാളെ നിങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പല ആളുകളും പറയും. അപ്പൊ അത് അറിയിക്കാഞ്ഞത് ഈ സാഹചര്യം കൊണ്ടാണ്. നമുക്ക് ഈ ഫണ്ട് ചെലവഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ ഒതുക്കി ആളെ കൊടുക്കും. അപ്പൊ എല്ലാവരും ഇരിക്കുന്നത് മഴ പെയ്യുമ്പോൾ അതിനനുസരിച്ച് വേറൊരു സംവിധാനം കാണാൻ നമുക്ക്. അപ്പൊ അതിനുള്ളൊരു പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ. അപ്പോൾ നമ്മൾ കഴിയാണ്. ക്ലാസിക് പാരഡൈസ് അടിപൊളിയായി വിജയമാക്കി തന്നവരാട്ടോ അവർ. നമ്മളെ യാത്ര ഉഷാറാക്കി തന്നവരാണ്. അപ്പോൾ എത്ര കൂടെ കൊടുത്ത്? ക്ലാസിക് പാരഡൈസിനെ എന്താ പറയാണ്, എന്തായാലും അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. അവരെ ഒരു ചെറിയ നിയോ ക്രൂയിസ് ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ടീംസ് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ ക്ലാസിക് പാരഡൈസിലാണ്, ഒരു ഓഫീസിലാണ്. പേയ്മെൻറ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ബില്ല് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഓക്കെ, ക്ലാസിക് പാരഡൈസിൻ്റെ ബോട്ടിന് ഇതിലാണ് നമ്മൾ പോയത്. ഈ ഒരു ബോട്ടിലാണ് പോയത്. നമ്മൾ ഡാൻസേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസിക് പാരഡൈസിൻ്റെ തന്നെ വലിയ ബോട്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അവരുടെ വലിയ ബോട്ടാണ്, അതിൻ്റെ ചെറുതാണിത്. ഇതിൻ്റെ ചെറുത് വേറൊന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ബോട്ടിലാണ് നമ്മൾ പോയത്. ഇത് മിനാർ എന്ന് പറഞ്ഞ വേറെ ടീമിൻ്റെ ബോട്ടാണ്. ഓക്കെ.
എന്തായാലും നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ബസ്സിലോട്ട് പോകാട്ടോ. ഓക്കെ, മറൈൻ ഡ്രൈവിലാണ് ഉള്ളത്. ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ ബസ്സിലോട്ടാണ് എനിക്ക് പോകുന്നത്. ഇവിടെ എന്താ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രോഗ്രാം സെറ്റായിക്കൊണ്ടായി. അപ്പോൾ അതിനെന്തൊക്കെ പരിപാടികൾ നടക്കും. ഇവിടെയാണ് നമ്മുടെ ബസ്സുകളുള്ളത്. ഇനി നേരെ ലുലു മാളിലോട്ടാണ് പോകുന്നത്. സെറ്റല്ലേ? ആ അല്ല ഞാൻ തിരുവാണം. ഇതാണ് നമ്മളെ ബസ് കേട്ടോ. നമ്മളെ ദില്ലി ദർബാറും അർഗാപാട്ടിയാണ് 2 ബസ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഷൈനാസ് മാഷ് പഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി നേരെ ലുലു മാളിലോട്ട്. ഇവിടെ കുറേ ബസ്സുകളുണ്ട്. കുറച്ച് ഓടാണ്ട്. ബ്ലോക്ക് ചെയ്യാനും പ്രശ്നം. നല്ല കുപ്പികളാണ്. ലുലു മാളിലേക്കുള്ള യാത്രയിലാണ്. കൊച്ചിയുടെ നഗരത്തിലൂടെ എല്ലാരും കൂടെ നോക്കി. ഒരു വീഡിയോ നോക്കിയില്ലേ? നിങ്ങളൊക്കെ പെട്ടോട്ടെ. ഏതാ നമ്മൾ കൂടുള്ളവരോ? എല്ലാരും ഉണ്ട്. ടീംസ് എല്ലാവരും വരുന്നുണ്ട്. ടീംസൊക്കെ നടന്നു വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലുലു മാളിൽ ഇനി ഇവരെ മൊത്തം ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോയിൽ പോകും കേട്ടോ. മെട്രോയിൽ ആലുവയിലേക്കാണ് പോവുക. ഫോട്ടോയിൽ പെടാത്തവരൊക്കെ വീഡിയോയിൽ പെടും. നമ്മൾ ഐഫോണൊന്ന് കാണട്ടെ കേട്ടോ. ലുലു മാളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, 2nd ഫ്ലോറിൽ. പോര് എല്ലാവരുമായിട്ട് മെട്രോയിൽ പോകട്ടോ. എല്ലാവരും കയറി വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇതിൽ കൂടെ കയറി വരുന്നുണ്ട്. വാ, പാലടക്കിട്ടോ. ഒരുമിച്ചോ. നമ്മുടെ കുറച്ച് ആൾക്കാർ കയറി വരുന്നുണ്ട്. നടന്ന് ക്ഷീണിച്ചോ? ഓക്കെ, നമ്മൾ ടീംസാട്ടോ. ഫുള്ള് നമ്മൾ ടീംസാണ്. ഒരു യോടിക്ക് ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ്. നടന്നു കയറിയില്ലേ? കുഴപ്പമില്ല. ആലുവയ്ക്കാണെങ്കിൽ നമ്മളെ മെട്രോ. ആലുവ ഭാഗത്തേക്ക് പോകാനുള്ള മെട്രോ കയറാൻ പോവാട്ടോ. ഓക്കെ, ആലുവ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ,
എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ. നമ്മളെ മെട്രോ വന്നു. ഇതിലല്ല നമ്മൾ പോകുന്നത്, അടുത്ത ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇതിൽ നമ്മൾ ഇത്ര ആളുകൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത മെട്രോയിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. ഇതിലല്ല കേട്ടോ, ഇതിലല്ല അടുത്തേല് കേട്ടോ, ഇതിലല്ല സൈഡിൽ തുടങ്ങി കേട്ടോ. അടുത്തേല് കേട്ടോ, അതിലല്ല അടുത്തേല് കേട്ടോ. ഞാൻ മൊത്തം പറഞ്ഞിട്ട് വരാം. ഞാൻ പറഞ്ഞെടുത്തു. എല്ലാവരും മെട്രോക്ക് കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഇനി മെട്രോയിലാണ് കളി. എല്ലാവരും മെട്രോക്ക് കൊണ്ട് വെയിറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം ഫുള്ള എല്ലായിടത്തും കയറിക്കോളെ, അവിടെ കയറിക്കോളെ. എല്ലാവരും ഇത് തിരിച്ചിറങ്ങാട്. മറ്റേ ബസ് കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ പോകണം. നല്ല ബ്ലോക്ക്. നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഭയങ്കര ബ്ലോക്ക് കേട്ടോ. ഒടുക്കത്തെ ബ്ലോക്കാണ്.